ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു കണവത്തോരൻ ഉണ്ടാക്കിയാലോ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ കണവ എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കനത്തിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്ത്, തീരെ നൈസായിട്ടല്ല കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മുടെ കണവയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മുടെ കണവ വേകാനായിട്ട് ഒരു 1.5 കപ്പ് വെള്ളമുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം വെള്ളം കൂടുതലിരുന്നോട്ടെ. നമുക്കിത് ഒരല്പം ഗ്രേവിയോട് കൂടിയാണ് നമുക്കിത് ഇറക്കി വയ്ക്കാനുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പാത്രം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റോളം എടുക്കും കേട്ടോ. കണവയ്ക്കൊരല്പം വേവുള്ളതാണല്ലോ. അപ്പോൾ ഒരു 10-12 മിനിറ്റായി ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. എങ്കിലും അല്പം കൂടെ ഒന്നുകൂടി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ കണവയുടെ റെഡി ആയിട്ടുണ്ട്. വെന്ത് വന്നിട്ടുണ്ട്. കറി റെഡി ആയിട്ടില്ല, കണവ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 വറ്റൽമുളകും ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പമല്ല, കറിവേപ്പില കുറച്ചധികം തന്നെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി വലുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്തതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി, അതും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞെടുത്തത് അതങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളറൊന്നും ആകണ്ട, നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോയിൽ വയ്ക്കുക. നല്ലതുപോലെ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വരട്ടെ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരല്പം വെളിച്ചെണ്ണയുടെ കുറവുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്യാം. നമ്മുടെ പാനിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി, വളരെ ചെറുതായിട്ടല്ല കട്ട് ചെയ്തിട്ടുള്ളത്, അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. നല്ല അടിപൊളിയൊരു തോരനാണ് കേട്ടോ. കണവത്തോരൻ ഇങ്ങനെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി വരട്ടെ, അതുവരെ മതി. അപ്പം നമ്മൾ വീണ്ടും ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ ഏകദേശം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കണവയുണ്ടല്ലോ, ആ ഒരു ഗ്രേവിയോട് കൂടി തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഏകദേശം വളമാതിരിയൊക്കെ ഉണ്ടല്ലേ, ഒരു വളയുടെ ഷേപ്പിലാണ് നമ്മുടെ കണവ ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്കൊക്കെ സവോളയിലേക്കൊക്കെ നമ്മുടെ ഈ കണവയുടെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റിൽ വരട്ടെ. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം.
മസാലയൊക്കെ നല്ലതുപോലെ ഇതിലേക്കൊന്ന് പൊതിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇതെല്ലാം ഇവിടെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ഇനി നമുക്ക് തുറന്ന് നോക്കാം. വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഇറക്കി വെച്ചിട്ട് കഴിക്കുന്നതിന് വിരോധമില്ല കേട്ടോ. നല്ലതാണ്, നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ അല്പം കൂടി ടേസ്റ്റ് വരുന്നത് നമ്മൾ കുറച്ച് സംഭവം കൂടി ഇനി ചേർക്കുന്നുണ്ട്. അതുകൂടെ ആകുമ്പോഴാണ്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അല്പം ഉപ്പ് കൂടി നമ്മുടെ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒരു 2 കൈപ്പിടി തേങ്ങ അതുകൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ ഈ തേങ്ങ ചേർക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സമയത്ത് നമുക്ക് ഒരല്പം പെരുംജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, ഇതുപോലെ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊരു റോസ്റ്റ് രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ തോരനായിട്ട് അല്പം തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഒതുക്കി കൂട്ടി വെച്ച് കൊടുത്തിട്ട് 1 മിനിറ്റ് നമുക്കിന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. തുറന്നു നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്താ ഒരു സ്മെല്ലെന്നറിയോ, സൂപ്പർ സ്മെല്ലാണ് കേട്ടോ വരുന്നത്. നല്ലതുപോലെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ കണവയെടുത്ത് നന്നായിട്ടത് ഈ മസാലയൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയൊക്കെ നല്ലതുപോലെ കണവയോട് യോജിച്ച് വന്നിട്ടുണ്ട്. മസാലയൊക്കെ നല്ലതുപോലെ ഇതിൽ പൊതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിപ്പോൾ ഇവിടെ ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റിൽ കണവത്തോരൻ